ജ്യേഷ്ഠ പറയുന്ന ഒന്നും ശരിയായിട്ട് നടക്കുന്നില്ല. അപ്പൊ ഇതിനൊരു പങ്കുമില്ല അല്ലേ? പക്ഷെ ഈ ഒരു പങ്കുമില്ല എന്നുള്ള കാര്യം ഒരാൾ കേട്ടോണ്ട് നിൽക്കുന്നു പറയണം. അവരുടെ പങ്കില്ല. ചുമ്മാ രശ്മിയെ എനിക്ക് വരാനുണ്ടെങ്കിലൊന്ന് വിളിച്ച് പറഞ്ഞതാണ്. അപ്പൊ ഇന്നത്തെ എന്റെ ബ്രൈഡ് ആവാൻ പോകുന്ന ഈ സുന്ദരി കുട്ടി വേറെ ആരുമല്ല, ഡോക്ടർ ഷാരു. ഷാരു തിരുവനന്തപുരത്ത് നിന്നാണ്, പക്ഷെ പ്രോപ്പർ തക്കല അല്ലേ? അപ്പൊ തക്കല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അപ്പം ഇതാണ് ഡോക്ടർ ഷാരുവിന്റെ ഫാമിലി, അച്ഛനും അമ്മയും, ഒറ്റമോളാണ്. ഓക്കെ, അപ്പൊ ഇന്ന് വലിയൊരു ഡിഗ്രിയാണ് അല്ലേ? അപ്പൊ ഇവരുടെ ഈ ഒരു സന്തോഷം നമുക്ക് ഇന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ തുടങ്ങിട്ടല്ലേ? തക്കല എന്ന് പറഞ്ഞൊരു ജില്ലയാണ് അല്ലേ? പണ്ടത് അതെ അതെ, ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം അല്ലേ? എത്ര കിലോമീറ്റർ ഉണ്ടാവും കേരളം? എവിടെ? ഇപ്പൊ തമിഴ് നന്നായിട്ട് അറിയാം. ചെന്നൈ. ഏത് ഹോസ്പിറ്റലാണ്? അപ്പൊ ഹസ്ബൻഡിന്റെ നാട് മാർത്താണ്ട. എനിക്കറിയാം. നാഗവല്ലി എന്നൊക്കെ പറയാൻ വേണ്ടി പത്മനാഭപുരം പാലസ് ഓർമ്മ. മഴ സിനിമ എല്ലാം ഷൂട്ടിങ് എവിടെയായിരുന്നു? അത് അവിടെ പാലസിലല്ല, പത്മനാഭപുരം കോട്ടയ്ക്കകത്ത്. എന്താണ് അവിടുത്തെ ഈ കോട്ടയുടെ സ്പെഷ്യൽ? രാജാവിന്റെ കാലത്തുള്ള. മോളെവിടെ വർക്ക് ചെയ്യുന്നത്? സ്കിൻ ആൻഡ് ഹെയർ റെസ്റ്റോറേഷൻ സെന്റർ ഉണ്ട്, അതിന്റെ ചെന്നൈ ബ്രാഞ്ചിലാണ്. പാലസിനെ കുറിച്ച് നമ്മളിപ്പോ മനുഷ്യത്വത്തിലൊക്കെ ഉള്ളതാണല്ലോ കോമൺലി ആൾക്കാർക്ക് അറിയാം. പക്ഷെ കുറച്ചും കൂടി കാര്യങ്ങൾ പത്മനാഭപുരം പാലസ് എന്ന് പറയുമ്പോൾ അത് ഇന്നിരിക്കുന്ന വുഡൻ പാലസ്, ഒരേ ഒരു വുഡൻ പാലസ് അത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ 600 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. അതിലുള്ള ഈ തറയിൽ ചെയ്തിരിക്കുന്ന എല്ലാം സിമൻ്റ് അല്ല. അന്നത്തെ കാലത്ത് 64 പച്ചരച്ചാറുകളും ചുണ്ണാമ്പും കലർത്തിയ ഒരു ഇതുകൊണ്ടാണ് അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളതൊക്കെ. അല്ലാതെ അതിലൊന്നും സിമൻ്റ് ഒന്നും മിക്സ് അല്ല. അന്നത്തെ കാലത്ത് ഇത്രയും ജനങ്ങൾ, 10,000-കണക്കിന് ജനങ്ങൾ ഡെയിലി വന്നിട്ട് പോയിട്ടിരുന്നിട്ടും ആ തറയ്ക്ക് ഇത്രയും വർഷമായിട്ട് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. വുഡ്, അതിനകത്ത് എല്ലാ വുഡും തന്നെ ടീക്കുഡാണ്. ഒരേ ഒരു തൂണ് മാത്രമാണ് അതിൽ ലാഭം. കാരണം കാരണം അതൊന്ന് ഈ കല്ലിമൂലയിൽ സ്ഥാപിക്കുന്ന ഒരു തൂണ് മാത്രമാണ്. ആ കല്ലിമൂലയ്ക്ക് ആദ്യത്തെ വെച്ച ഒരു തൂണ് മാത്രമാണ്. ബാക്കി എല്ലാം ഒന്ന് ടീക്കുഡാണ് എല്ലാം. അത് കഴിഞ്ഞ് ഇത് 1456 കാലഘട്ടത്തിൽ 1400 കാലഘട്ടത്തിൽ ചെയ്തതാണ്. അത് കഴിഞ്ഞ് പല മഹാരാജാക്കന്മാർ അവിടെ ഇരുന്നു. അതിൽ വേലുത്തമ്പി ദളവയുടെ പീരീഡിലെ മാർത്താണ്ഡവർമ്മ മരിക്കുമ്പോൾ വേലുത്തമ്പി ദളവയുടെ പീരീഡ് വേലുത്തമ്പി ദളവയായിരുന്നു. അതാണ് കുറച്ച് തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്ന് പറയുന്നത്. ദളവ വന്ന് രാജാവ് ഭരിച്ചിരുന്നെങ്കിൽ ദളവയാണ് ഭരണം മുഴുവനും നടത്തിക്കൊണ്ടത്. ഭരണം. കാരണം ദളവ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ എന്നുള്ള മീനിങ് ആണ്. ദളവ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അവിടെ ഇപ്പോഴും പോയാൽ കാണാം 8 കസേര കിടപ്പുണ്ട്. രാജാവ് 2 സൈഡിലും 8 കസേര, 4 തമ്പിമാരും 4 നമ്പൂതിരിമാരുമാണ് അതിൻ്റെ മിനിസ്ട്രി. അതിൽ ദളവയാണ് അതിൻ്റെ
പ്രൈം മിനിസ്റ്റർ. ഇത്രയും നമ്മളൊരു ചരിത്രം കണ്ടിട്ട് ഞാനൊക്കെ ഇമാജിനേഷന്റെ ആളാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ ഫുൾ ഇമാജിൻ ചെയ്യും. അപ്പം പറഞ്ഞ് വെലുത്തമ്പി തളവയുടെ ഓഫീസായിരുന്നു. അതുകൊണ്ട് അത് ഇപ്പൊ വന്ന് വെലുത്തമ്പി തളവയുടെ ഓഫീസായിരുന്നു ഞങ്ങൾ ഇരിക്കുന്ന വീട്. അതൊരു PhD ചെയ്ത ഒരാൾ തീസിസിലാണ്. അയാൾ വിളിച്ചാൽ ഞങ്ങൾക്ക് അറിയാവും. അയാൾ അതിനുവേണ്ടി റിസർച്ച് ചെയ്തപ്പോഴേ വെലുത്തമ്പി തളവയുടെ ഓഫീസാണിതെന്ന് കണ്ടിട്ട് ആ പുള്ളി വന്ന് എൻ്റെ അമ്മാവനെ വിളിച്ച് മൂത്ത ചേട്ടത്തിയുടെ അച്ഛനെ വിളിച്ച് പുള്ളി എന്നെ വിളിച്ചാൽ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഡീറ്റെയിലൊക്കെ പ്രധാനം ചെയ്തത്. വെലുത്തമ്പി തളവയുടെ ഓഫീസിൽ ഇപ്പോൾ വെലുത്തമ്പി അങ്ങനെ ചേർത്തിട്ടുണ്ട്. ഒരു മണിക്കൂർ പഠിക്കാൻ ഒരു മിനിറ്റ്. എന്താ? ഹലോ ആ ചേച്ചി, ചേച്ചി ഒന്ന് വിളിച്ചു നോക്കിയേ. ആ രേഷ്മി പറയുന്ന ഒന്നും ശരിയായിട്ട് നടക്കുന്നില്ല. രേഷ്മി ഇപ്പൊ വരുന്ന പോലെ ആയിപ്പോയി. അപ്പൊ ഇതൊരു ബന്ധമില്ല അല്ലേ? പക്ഷെ ഈ ഒരു പങ്കുമില്ല എന്നുള്ള കാര്യം ഒരാൾ കേട്ടോണ്ട് നിൽക്കുന്നു എന്ന് പറയണം. അവരുടെ പങ്കില്ലാവും. ചുമ്മാ രശ്മി എനിക്ക് വരാനുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞതാണ്. വലിയ നിർബന്ധം വികാസേട്ടന്റെ ഇടയിലാണ് എന്റെ കല്യാണം. അച്ഛന്റെ അച്ഛനല്ലേ, അച്ഛന്റെ ചേട്ടന്റെ ഭാര്യ. എന്റെ മോൻ വന്നിട്ട് ഡോക്ടറാണ്, ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പൊ ജഗതിയില് ട്രാൻസ്ഫറായി. മരുമകള് ശാസ്ത്രമംഗലത്തെ ക്ലിനിക്ക് ഇട്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് വൈഫിന്റെ അമ്മ, വൈഫിന്റെ അമ്മ, അമ്മമ്മ, പത്മിനി രാഗിണിമാര് അതുപോലെ ഉണ്ടല്ലോ. ജഗതിൽ അച്ഛൻ ഒരു പ്രബലനായ ഒരു നാടക നടനാണ്, ഗായകനാണ്. മോക്കും കൊടുത്തുണ്ട്, പേരക്കുട്ടിയൊക്കെ ഉണ്ടത്. അത് ശരി. അപ്പൊ ഒന്ന് പാടുപോരെ? അല്ല, ഞാനവിടെ അമ്മേടെ അടുത്തും മോളുടെ അടുത്തും പാട്ട് പാടാൻ ചോദിച്ചിട്ട് പാടിയില്ല. അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞ അച്ഛൻ പാടുമെന്നാണ്. അച്ഛൻ പാടാം. ഇവിടെ ആഡിയൻസ് കഴിച്ചു ഓടിയാൽ ആരും ഓടില്ല, നിങ്ങൾ വിളിച്ചവരല്ലേ. പണ്ട് ഞങ്ങളുടെ കാലത്ത് കല്യാണ സാരികള് ഞങ്ങൾ പരമാവധി യൂസ് ചെയ്യാറുണ്ട്. കാരണം ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോകുമ്പോഴേ, വിരുന്നിന് പോകുമ്പോഴേ, പിന്നെ ഞങ്ങൾ ഗർഭിണിയായിട്ട് പ്രസവത്തിന് വിളിച്ചിട്ട് പോകുമ്പോഴേ, അങ്ങനെ ഒരുപാട് ഫംഗ്ഷനൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്നും അതുപോലെ ഇരിക്കുകയാണ്. ഇത്രയും ഉപയോഗിച്ചിട്ട് അത്രയും നല്ല സാരി ആണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമൊന്നും പറയണ്ട, അവർക്ക് ഏറ്റവും കംഫർട്ട് എന്ന് തോന്നുന്നത് ചുരിദാറാണ്. അതാണ് അവര് അന്ന് മാത്രം ഉപയോഗിച്ചിട്ട് പിന്നെ അത് അങ്ങനെ ഇരിക്കുകയുള്ളൂ. ചേച്ചിയുടെ കല്യാണ സമയം ഒന്ന് ഓർത്തൊരു പാട്ട് പാടി. നല്ല പാടും. എൻ്റെ അച്ഛനും പാടും. പാടി നിർത്തുന്നവരെ 4 ചിലപ്പോ 2 വരിയാവും, ചിലപ്പോ 10 വരിയാവും. മോളില്ലാത്തല്ലേ? അഞ്ജന കണ്ണയുതി ആനിലത്താലി ചാ
ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തുനിന്നു അഞ്ജന കണ്ണെഴുതി ആയിരത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തുനിന്നു. ഇത് മൈക്കിലും വേണം. വലിയ കേട്ടോ അത് എങ്കിലും പാടിക്കോ. മൈക്കിലും വേണം. ആ അതാ മോളാണ് നമ്മള് മനസ്സിലാക്കി. ഞങ്ങള് ഇതില് കണ്ട് ഇരിക്കുക കൊതിച്ചു ചിന്തിച്ചിരിക്കുക എന്ന് കാണാൻ അതാകുമ്പോ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ മാത്രം ഞാന് എന്റെ മോളത്തെ കോവിഡിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വികാസ് ഈ കേസിനെ വിളിക്കും അമ്മ രണ്ടാമത് കല്യാണം കഴിക്കും അമ്മ അല്ല മോളെ കഴിഞ്ഞു. ഏഹ് മോളെ കഴിഞ്ഞു. നിൽക്കുന്നു മോള് ഓടിയപ്പോ ഇന്ന് ഈ അപ്പച്ചെ പോലെ തന്നെ കണ്ണൊക്കെ ഇരിക്കുന്നു.